നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് DNA എന്താണെന്നും അതിൻ്റെ പാക്കേജിങ്ങുമാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA ആണോ RNA ആണോ ശരിക്ക് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ സെർച്ച് ഓർ ജനറ്റിക് മെറ്റീരിയൽ, അതായത് എക്സ്പെരിമെൻറ്റ്സ് ടു പ്രൂവ് വിച്ച് ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA ആണോ RNA ആണോ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ് പറയുന്നത്. ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ, ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് യൂസ്ഡ് മൈസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. മൈസ് എന്ന് പറയുന്നത് നമ്മുടെ റാറ്റാണ്, മൗസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയം ഈസ് എ ബാക്ടീരിയ വിച്ച് കോസ് ന്യൂമോണിയ ഇൻ ഹ്യൂമൻ ബീയിങ്. മനുഷ്യർക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഹാസ് 2 സ്ട്രെയിൻസ്. 2 തരമുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, എസ് ആൻഡ് ആർ. എസ് മീൻസ് സ്മൂത്ത് സ്ട്രെയിൻ, റഫ് ആണ് ആർ സ്ട്രെയിൻ. അതായത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം മൈസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഹാസ് 2 സ്ട്രെയിൻസ്. സ്മൂത്ത് സ്ട്രെയിൻ ഓർ എസ് സ്ട്രെയിൻ, it cause pneumonia. Rough or R strain do not cause pneumonia. അതായത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ 2 തരമുണ്ട്, സ്മൂത്ത് ആൻഡ് റഫ്. സ്മൂത്ത് ആണെങ്കിൽ ഇറ്റ് കോസ് ന്യൂമോണിയ, റഫ് ആണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് കോസ് അല്ലെങ്കിൽ ഡു നോട്ട് കോസ് ന്യൂമോണിയ. ഇനി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ അദ്ദേഹം ചെയ്തത് എസ് സ്ട്രെയിൻ ഇൻജക്ട് ഇൻ ടു മൈസ്. ഡയഗ്രം കൂടി നോക്കാം. എന്ത് ചെയ്തു? എസ് സ്ട്രെയിൻ ബാക്ടീരിയ എടുത്തു, മൗസിനെ ഇഞ്ചക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ന്യൂമോണിയ വന്നു, മൗസ് ചത്തു. സെക്കൻഡിലോ ആർ സ്ട്രെയിൻ എടുത്തിട്ട് മൗസിനെ ഇഞ്ചക്ട് ചെയ്തു, മൗസ് ചാവുന്നില്ല, കാരണം മൗസിന് ന്യൂമോണിയ വരുന്നില്ല. തേർഡ് നോക്കുക, എസ് സ്ട്രെയിൻ. എങ്ങനെയുള്ള സ്ട്രെയിൻ? ഹീറ്റ് കിൽഡ്. ഹീറ്റ് കിൽഡ് മീൻസ് ചൂടാക്കിയതിന് ശേഷം ആ എസ് ബാക്ടീരിയ നശിച്ചു. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ എന്ത് ചെയ്തു? ഇഞ്ചക്ട് ഇൻ ടു മൈസ്. കാരണം സ്ട്രെയിൻ ചത്തുപോയില്ലേ, അതുകൊണ്ട് മൈസ് ലീവ്, ചത്തില്ല. ഫോർത്ത് സ്റ്റെപ്പ് നോക്കുക, എസ് സ്ട്രെയിൻ ഉണ്ടല്ലോ, ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ മീൻസ് അസുഖം ഉണ്ടാക്കുന്നില്ല. ആർ സ്ട്രെയിൻ ആണെങ്കിലും റഫാണ്, അസുഖം ഉണ്ടാക്കുന്നില്ല. ഇഞ്ചക്ട് ഇൻ ടു മൈസ്, ദെൻ മൈസ് ഡൈ. നാലാമത്തെ കേസ് നോക്കിയേ, ആർ സ്ട്രെയിൻ വെച്ച് കഴിഞ്ഞാൽ മൈസ് ചാവില്ല. ഹീറ്റ് കിൽഡ് എസ് ആണെങ്കിലും ചാവില്ല. പക്ഷേ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ മിക്സ്ഡ് വിത്ത് ആർ സ്ട്രെയിൻ, ദെൻ ഇൻജക്റ്റഡ് ഇൻ ടു മൈസ് ഡൈ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ആ 4 സ്റ്റെപ്പ് തന്നെ നോക്കിയാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 4 സ്റ്റെപ്പ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. എസ് സ്ട്രെയിൻ ഇൻജക്റ്റഡ് ഇൻ ടു മൈസ് ഡൈ. ആർ സ്ട്രെയിൻ ഇൻജക്ട് ഇൻ ടു മൈസ് ലീവ്. എസ് സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് ഇൻജക്ട് ഇൻ ടു മൈസ് ലീവ്. ഹീറ്റ് കിൽഡ് എസ് പ്ലസ് ആർ സ്ട്രെയിൻ ഇൻജക്ട് ഇൻ ടു മൈസ് ഡൈ. നോർമലി എന്തായിരുന്നു വേണ്ടത്? ലാസ്റ്റ് സ്റ്റെപ്പിൽ മൈസ് ലീവ് ആയിരുന്നു വേണ്ടത്, പക്ഷേ മൈസ് ഡൈ ആയി. എന്താണ് റീസൺ? ഹി കൺക്ലൂഡഡ് ദാറ്റ് സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ടു ആർ സ്ട്രെയിൻ. ഹീറ്റ് കിൽഡ് എസിന് ആർ സ്ട്രെയിനിലേക്ക് എന്തോ ചില സബ്സ്റ്റൻസ് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. ഇറ്റ് എനേബിൾഡ് ആർ സ്ട്രെയിൻ ടു സിന്തസൈസ് സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട് ആൻഡ് ബിക്കം വിറുലന്റ്, മീൻസ് ബിക്കം എ സ്ട്രെയിൻ. അതായത് ഇത്രയേ ഉള്ളൂ പോയിന്റ്. സം ഫാക്ടേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഹീറ്റ് കിൽഡ് എ സ്ട്രെയിൻ ടു ആർ സ്ട്രെയിൻ ആൻഡ് ദ ആർ സ്ട്രെയിൻ ബിക്കം എ സ്ട്രെയിൻ എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അതായത് ഹീറ്റ് കിൽഡ് എ സ്ട്രെയിൻ എന്തോ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ട് പോയി, ആർ സ്ട്രെയിനിലേക്ക് പോയി. അങ്ങനെ ആർ സ്ട്രെയിൻ കോസ് ന്യൂമോണിയ ആൻഡ് മൈസ് ഡൈ എന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്.
അപ്പോൾ ഇതെന്ത് മനസ്സിലായി? എന്തോ ചില കാര്യങ്ങൾ ഹീറ്റ് കിൽഡ് എസ് എന്ന് ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് മനസ്സിലായി. അതാണ് ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനി സെക്കൻഡ് എക്സ്പെരിമെൻ്റ് 3 ആണ്. ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മാക്ലിൻ മക്കാർട്ടി. അവരുടെ തിയറി ഇതാണ്: ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനെ അതിൻ്റെ ബയോകെമിക്കൽ നാച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏവറി, മക്ലിയോഡ് ആൻഡ് മക്കാർട്ടി 3 ആൾക്കാർ. ഫുള്ള് നെയിം പഠിക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഫ്രെഡറിക് ഗ്രിഫിത്ത്, ഇവിടെ ഓസ്വാൾഡ് ഏവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മാക്ലിൻ മക്കാർട്ടി worked to determine the biochemical nature of transforming principle in Griffith experiment. They purified biochemicals from heat killed S strain using suitable enzyme. അവർ എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ്റെ DNA-യും RNA-യും പ്രോട്ടീനും സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഡയഗ്രത്തിൽ കാണുന്നില്ലേ? ഹീറ്റ് കിൽഡ് എസ് ബാക്ടീരിയയെ കാർബോഹൈഡ്രേറ്റും ലിപ്പിഡും റിമൂവ് ചെയ്തു. പിന്നെന്തുണ്ടാവും? അതിൽ RNA, പ്രോട്ടീൻ ആൻഡ് DNA, ഈ 3 കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കാം. ദേ ഡിസ്കവേർഡ് ദാറ്റ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് RNA ഡിഡ് നോട്ട് അഫക്ട് ട്രാൻസ്ഫോർമേഷൻ. ആദ്യം അവർ എന്ത് ചെയ്തു? അതിലേക്ക് പ്രോട്ടിയേസ് എൻസൈം ആഡ് ചെയ്തു. അപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്തു, ഒരു ചേഞ്ചും ഇല്ല റിയാക്ഷന്. രണ്ടാമത് RNAs കൂടി ആഡ് ചെയ്തു. അപ്പോൾ RNA കൂടി ഡൈജസ്റ്റ് ചെയ്തു. പ്രോട്ടീനും RNAയും ഡൈജസ്റ്റ് ചെയ്തിട്ടും ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് ഇതിലും അഫക്റ്റ് ചെയ്തില്ല. DNA-യെ ഡൈജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇറ്റ് ഇൻഹിബിറ്റഡ് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് DNA കോസ്ഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് R strain to S strain. That is, DNA was the transforming principle. ഓക്കെ, അത് കാര്യം ഇത്രയേ ഉള്ളൂ. ഗ്രിഫിത്ത് പറഞ്ഞു എന്തോ ചില ഫാക്ടേഴ്സ് ഹീറ്റ് കിൽഡ് എസ് എന്ന് R strainലേക്ക് പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. മക്ലിയോഡും മക്കാർട്ടിയും ഏവറി എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ്റെ പ്രോട്ടീൻ മാറ്റി നോക്കി റിയാക്ഷൻ നടത്തി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. RNA മാറ്റി നോക്കി നടക്കുന്നുണ്ട്. പ്രോട്ടീനും RNAയും രണ്ടും എടുത്ത് മാറ്റി നോക്കി നടക്കുന്നുണ്ട്. പക്ഷേ DNA മാറ്റുമ്പോൾ എന്താവുന്നില്ല? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? DNA ആണ് ട്രാൻസ്ഫോർമേഷന് കാരണമെന്ന് മനസ്സിലാക്കി. സോ DNA വാസ് എ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അതായത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന് ഒരു പ്രൂഫ്, വ്യക്തമായിട്ടൊരു പ്രൂഫ് കൊടുത്താരാണ്? മക്ലിയോഡ്, മക്കാർട്ടി ആൻഡ് ഏവറി. ഇനി തേർഡ് എക്സ്പെരിമെൻറ്റ് ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റ്. എന്താണ് റിയാക്ഷൻ? ഹെർഷി ആൻഡ് ചേസ് ഗ്രൂ സം ബാക്ടീരിയോഫേജ് വൈറസസ് ഓൺ എ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആൻഡ് അതർ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് സൾഫർ. ഒരു മീഡിയത്തിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉണ്ട്, അവിടെയും കുറച്ച് ബാക്ടീരിയ ഗ്രോ ചെയ്തു. ബാക്ടീരിയ അല്ല, ബാക്ടീരിയോഫേജ് മീൻസ് വൈറസ് ആണ്. Bacteriophage, the virus that affect or that infect bacteria. അപ്പോൾ ഹെർഷി ചേസ് ഗ്രൂ സം ബാക്ടീരിയോഫേജ് വൈറസസ് ഓൺ എ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആൻഡ് സം അതർ ഓൺ എ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് സൾഫർ. ഇപ്പോൾ ഫോസ്ഫറസ് ഏതാണ്? P32, S35. വൈറസ് ഗ്രോൺ ഓൺ P32 ഗോട്ട് റേഡിയോ ആക്റ്റീവ് DNA because only DNA contain phosphorus. Grow in S35 got radioactive protein because protein contains sulfur. ഇവരുടെ എക്സ്പെരിമെന്റ് അങ്ങനെയാണ് പ്രൂഫ് കിട്ടിയത്. എങ്ങനെയാണ്? അപ്പോൾ ഫോസ്ഫറസിൽ ഗ്രോ ചെയ്ത ബാക്ടീരിയയിൽ നിന്ന് DNA കിട്ടി. കാരണം എന്താണ്? DNA ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ട് DNA എടുത്തു. പിന്നെ സൾഫർ 32 വെച്ച അതാണെങ്കിൽ എന്തോ പ്രോട്ടീൻ എടുത്തു. കാരണം പ്രോട്ടീനിൽ സൾഫർ ഉണ്ട്, ആ രീതിയിൽ എടുത്തു. ഓക്കെ, ഇനിയോ? ദീസ് പ്രിപ്പറേഷൻസ് ഫോർ യൂസ്ഡ് ടു സെപ്പറേറ്റ്ലി ഇൻഫെക്റ്റ് E. coli. അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള DNA, റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള പ്രോട്ടീനും E. coli ബാക്ടീരിയക്കകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തു.
ആഫ്റ്റർ ഇൻഫെക്ഷൻ ദ E. coli സെൽസ് were agitated in a blender. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലെൻഡർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുന്ന പോലെ ബ്ലെൻഡർ ഉപയോഗിച്ച് ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മറ്റു പാർട്ടികൾക്ക്, വൈറസിൻ്റെ പ്രോട്ടീൻ പാർട്ടി, ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും. ബാക്ടീരിയൽ ബോഡിക്കകത്ത് മറ്റു കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പോകും. ബ്ലെൻഡർ ഉപയോഗിക്കുന്നതാണ് ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ദ കൾച്ചർ വാസ് സെൻട്രിഫ്യൂഗ്ഡ്. അതിനുശേഷം ആ കംപ്ലീറ്റ് ബ്ലെൻഡർ ഉപയോഗിച്ചതിന് ശേഷം ആ കൾച്ചർ എന്ത് ചെയ്തു, സെൻട്രിഫ്യൂഗ് ചെയ്തെടുത്തു. ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ഹാവിങ് റേഡിയോ ആക്റ്റീവ് DNA were റേഡിയോ ആക്റ്റീവ്. അതായത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്ത ഉണ്ടല്ലോ, ആ ബാക്ടീരിയയുടെ ബോഡിക്കകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, DNA എത്തിയിട്ടുണ്ട്. വൈറസ് DNA കൊണ്ടെത്തി, ബാക്ടീരിയ എത്തി. DNA ഹാസ് പാസ്ഡ് ഫ്രം വൈറസ് ടു ബാക്ടീരിയ. വൈറസിൽ നിന്ന് ബാക്ടീരിയക്കകത്തേക്ക് എന്തെത്തി, DNA എത്തിയിട്ട് കാണുന്നുണ്ട്. കാരണം അവിടെ എന്തുണ്ട്, ഫോസ്ഫറസ് 32 ഉണ്ട്. ഇനിയോ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ഹാവിങ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് were നോട്ട് റേഡിയോ ആക്റ്റീവ്. ദാറ്റ് മീൻസ് പ്രോട്ടീൻസ് ഡിഡ് നോട്ട് എൻറ്റർ ദ ബാക്ടീരിയ. DNA ആണ് അകത്ത് കടന്നത്. കാരണം അകത്ത് എന്തുണ്ട്, ബാക്ടീരിയയുടെ അകത്ത് ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഇല്ല. അതിനർത്ഥം DNA അകത്ത് കടന്നു, പ്രോട്ടീൻ അകത്ത് കടന്നിട്ടില്ല. ദാറ്റ് മീൻസ് DNA is the genetic material. This proves that DNA is the genetic material. അപ്പോൾ 3 എക്സ്പെരിമെൻസ് ആണ് പഠിച്ചത്. 1 ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ, 2 അതിൻ്റെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ ബൈ ഏവറി, മാക്ലിയോഡ് ആൻഡ് മക്കാർട്ടി, 3 ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റ് ബൈ ഹെർഷി ചേസ്. ഇപ്പോൾ എന്ത് മനസ്സിലായി, ഈ 3 റിയാക്ഷനും കഴിയുമ്പോൾ എക്സ്പെരിമെൻറ്റ് നിങ്ങൾ പ്രൂവ് ചെയ്ത കാര്യം എന്താണ്, DNA is ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഹെർഷി ചേസിൻ്റെ എക്സ്പെരിമെൻ്റ് ഇതാണ് അവർ പറയുന്നത്. അതേ ബാക്ടീരിയഫൈൽ S35 പ്രോട്ടീനും മറ്റത് P32 DNA-യുമായിട്ട് ചെയ്തു. ആദ്യം ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു, പിന്നെ ബ്ലെൻഡർ ചെയ്യിപ്പിച്ചു. ബ്ലെൻഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വൈറസ് കോമ്പണൻറ്റ് പുറത്തേക്ക് ഇളകിപ്പോയി. സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ സൾഫർ ഇതാണ് നോക്കുക. സൂപ്പർ നാച്ചുറലിലാണ് സൾഫർ ഉള്ളത്. സൂപ്പർ നാച്ചുറൽ എന്തില്ല, പ്രോസസ് ഇല്ല. സെല്ലിലാണ് ഫോസ്ഫറസ്, മീൻസ് DNA-ക്കകത്ത് എത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ്. ഇനി ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. എ ജനറ്റിക് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം? 1 എബിലിറ്റി ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. അതിന് അതിൻ്റെ തന്നെ കോപ്പി ഉണ്ടാക്കാനുള്ള കഴിവ് വേണം, റെപ്ലിക്കേഷൻ എബിലിറ്റി വേണം. 2 കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. 3 പ്രൊവൈഡ് ദ മ്യൂട്ടേഷൻ നീഡഡ് ഫോർ ഇവല്യൂഷൻ. 4 എബിലിറ്റി ടു എക്സ്പ്രസ് ആസ് മെൻഡേലിയൻ ക്യാരക്ടർ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറയുന്നത്. എബിലിറ്റി ടു ജനറേറ്റ് റെപ്ലിക്ക, കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. 1 ഇറ്റ് ഷുഡ് റെപ്ലിക്കേറ്റ്, 2 ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ, 3 ഇറ്റ് ഷുഡ് പ്രൊവൈഡ് മ്യൂട്ടേഷൻ, 4 എബിലിറ്റി ടു എക്സ്പ്രസ് ആസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്, മീൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം 1 ജനറേഷൻ ടു നെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരു ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. DNA-യുടെ ലെസ് റിയാക്ടിവിറ്റിക്കുള്ള റീസണും അതേപോലെ തന്നെ RNA-യുടെ ഹൈ റിയാക്ടിവിറ്റിക്കുള്ള റീസണും നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA ആണ്. DNA ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ്, RNA ഈസ് സിംഗിൾ സ്റ്റാൻഡേർഡ്. In DNA, presence of thymine. In RNA, presence of uracil. In DNA, absence of 2 OH group. In sugar, ഇതിൽ പ്രസൻസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് DNA-യും RNA-യുടെയും ആ റിയാക്ടിവിറ്റിയിലെ വ്യത്യാസം, സ്റ്റേബിലിറ്റി. അപ്പോൾ റീസൺസ് വിച്ച് ഈസ് മോർ സ്റ്റേബിൾ എന്ന് വെച്ചാൽ DNA ആണ്. ഇതാണ് റീസൺ. RNA ആണ് ഹൈ റിയാക്ടിവിറ്റി ഉള്ളത്, കാരണം ലെസ് സ്റ്റേബിൾ ആണ്, കാരണം ഈ ഒരു റീസൺ ആണ്. ഓക്കെ, അതാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു DNA ജനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഫസ്റ്റ് വൺ, ദിസ് DNA ഈസ് അൺസ്റ്റേബിൾ. DNA അൺസ്റ്റേബിൾ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് മ്യൂട്ടേഷൻ നടക്കും, ഇവോൾവ് ചെയ്യും. RNA ഈസ് അൺസ്റ്റേബിൾ, സോ ഇറ്റ് മ്യൂട്ടേറ്റ് ഫാസ്റ്റർ. DNA strands are complementary. On heating they separate in appropriate condition.
They come together. In Griffith experiment, some properties of DNA of the heat-killed bacteria did not destroy. It indicates stability of DNA. കാരണം ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റിൽ ഹീറ്റ് കിൽഡ് എസ് ആയിട്ട് കൂടി എന്ത് ചെയ്തു, ഡി എൻ എ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ആർ സ്ട്രെയിൻ ആൻഡ് ആർ സ്ട്രെയിൻ ബിക്കം എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. അതായത് ഹീറ്റ് ആയാലും ഡി എൻ എ നശിച്ചു പോകുന്നത്. ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. പിന്നെയോ ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ഡി എൻ എ ഈസ് ബെറ്റർ. സ്റ്റേബിൾ ആയതുകൊണ്ട് ഡി എൻ എ ആണ് ഇൻഫർമേഷൻ സ്റ്റോറേജിന് ബെറ്റർ ആയിട്ട് പറയുന്നത്. പിന്നെ ഇറ്റ് ക്യാൻ ഡയറക്ട്ലി കോഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, ഹെൻസ് ക്യാൻ ഈസിലി എക്സ്പ്രസ് ദ ക്യാരക്ടേഴ്സ്. ആർ എൻ എ ക്യാൻ ഡയറക്ട്ലി കോഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ആർ എൻ എക്ക് എളുപ്പത്തിൽ പ്രോട്ടീൻസിന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഡി എൻ എ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ആർ എൻ എ. ഡി എൻ എ ആർ എൻ എ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡി എൻ എ ഈസ് ദ ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആർ എൻ എക്കാൾ ബെറ്റർ ഡി എൻ എ ആണ്. അതായത് ഡി എൻ എ എന്ത് ചെയ്യും, ട്രാൻസ്ക്രിപ്ഷൻ വഴി ആർ എൻ എ ഉണ്ടാവും, ആർ എൻ എന്ന് ട്രാൻസ്ലേഷൻ വഴി പ്രോട്ടീൻ ഉണ്ടാവും. നോർമലി ഇങ്ങനെയാണ് പ്രോസസ്സ്. ഡയഗ്രം നോക്കിയിട്ട് പറയാൻ പറ്റും വാട്ട് ഈസ് ഹൗ പ്രോട്ടീൻ ഈസ് ഫോംഡ്. പ്രോട്ടീൻ ഈസ് ഫോംഡ് ഫ്രം ആർ എൻ എ ഈസ് ഫോംഡ് ഫ്രം ഡി എൻ എ. The formation of RNA from DNA is called transcription. Formation of protein from RNA ആണെങ്കിലോ ട്രാൻസ്ലേഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനുമാണ് പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ. ഇനി ആർ എൻ എ പറ്റി പഠിക്കാം. ആർ എൻ എ വാസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. It acts as genetic material and catalyst, and it is essential ലൈഫ് പ്രോസസ് ഇവോൾവ് അറൗണ്ട് ഡി എൻ എ. മെറ്റബോളിസവും ട്രാൻസ്ലേഷൻ സ്പ്ലൈസിങ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം, ആർ എൻ എ വേണം. ഡി എൻ എ ആർ എൻ എ എന്നും ഉണ്ടായിട്ടുണ്ട്. ഡി എൻ എ ഇവോൾവ് ഫ്രം ആർ എൻ എ ഫോർ സ്റ്റെബിലിറ്റി. ഇനി അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുന്നത് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഒരു ഇമ്പോർട്ടൻ്റ് ഹെഡിങ് കൂടിയാണത്, സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി? ഈ ഡയഗ്രത്തിലുണ്ട്. നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് ആരായിരുന്നു? വാട്സൺ ക്രിക്കിലെ ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ്ഡ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഫ്രം ഡി എൻ എ ടു ആർ എൻ എ ടു പ്രോട്ടീൻ. അതിൽ വ്യക്തമായിട്ട് കൊടുത്തൊരു കാര്യം നോക്കിയാൽ മതി. എന്താണിത്? ഡി എൻ എ ടു ആർ എൻ എ ടു പ്രോട്ടീൻ. ഡി എൻ എ ഈസ് ഫോംഡ് ഫ്രം ഡി എൻ എ ഇറ്റ് സെൽഫ് ബൈ റെപ്ലിക്കേഷൻ. ഓക്കെ, കാണുന്നില്ലേ? ഡി എൻ എ ഈസ് ഫോംഡ് ഫ്രം ഡി എൻ എ ബൈ റെപ്ലിക്കേഷൻ. ദെൻ ആർ എൻ എ ഈസ് ഫോംഡ് ഫ്രം ഡി എൻ എ ബൈ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് പ്രോട്ടീൻസ് ആർ ഫോംഡ് ഫ്രം ആർ എൻ എ ബൈ ട്രാൻസ്ലേഷൻ. So what is replication? The formation of DNA from DNA is called replication. Replica means copy എന്നാണ്. ജസ്റ്റ് അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് കോപ്പിങ് എന്ന് പറയുന്നു. What is transcription? The formation of RNA from DNA is called transcription. അതേപോലെ formation of protein from RNA is called translation. Formation of RNA എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചെന്ത് പറയാം? The transfer of characters from DNA to RNA is called transcription, and the transfer of characters from RNA to protein is called translation എന്ന് പറയാം. ഇതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി പ്രപ്പോസ്ഡ് ബൈ ഫ്രാൻസിസ് ക്രിക്ക്. In some viruses, flow of information is in reverse direction. DNA and RNA transcription. തിരിച്ചായാലോ ഫ്രം RNA to DNA ആണ് ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇപ്പോൾ HIV എന്ന് പറയുന്നത് റിട്രോ വൈറസ് ആണ്, RNA വൈറസ് ആണ്. അപ്പോൾ നേരത്തെ റിവേഴ്സ് നടക്കും. HIV ഇറ്റ് ക്യാൻ അണ്ടർഗോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. DNA എന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. തിരിച്ച് നടക്കുന്ന പ്രോസസ്സാണ് എന്തുള്ളത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഫ്ലോ ചാർട്ട് നോക്കുക. ഇനി എങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ, DNA ഏത് രീതിയിൽ റെപ്ലിക്കേഷൻ നടക്കും? ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ പറഞ്ഞെന്തായിരുന്നു? DNA റെപ്ലിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് പഠിക്കാം. ഇതുവരെ പറഞ്ഞത്
സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജിയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? വിച്ച് ഈസ് ദ ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ, എന്തുകൊണ്ട് DNA ജനറ്റിക് മെറ്റീരിയൽ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് പറയുമ്പോൾ ഒന്ന് ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ്, മറ്റൊന്ന് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ, മറ്റൊന്ന് ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സെൻട്രൽ ഡോഗ്മയിൽ അവസാനിച്ചത്? റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. അത്രയുമാണ് ഇനി ചാപ്റ്ററിൽ ബാക്കി പഠിക്കാനുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.